ലാസ്റ്റ് വ്ലോഗിൽ നമ്മൾ മലേഷ്യൻ ട്രിപ്പിലെ ക്വാലലംപൂരിലെ വിശേഷങ്ങളാണ് കണ്ടത്. അപ്പോൾ കേരളം നമ്മൾ 2 days മാത്രമേ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ലങ്കാവിയിലേക്കാണ്. ലങ്കാവി മലേഷ്യയിലെ ഒരു ബ്യൂട്ടിഫുൾ ഐലൻഡാണ്, ചെറിയൊരു ഐലൻഡാണ്. ഇവിടെ സ്പെൻഡ് ചെയ്ത സമയങ്ങൾ എനിക്ക് വളരെ സ്പെഷ്യലാണ്. ബിക്കോസ് നമ്മുടെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയും ബ്രദറും ലങ്കാവിയിൽ നമ്മൾ മീറ്റ് ചെയ്തു. അവിടെ നമ്മൾ ഒരു 1 week നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു. പന്തായ് ചെനാങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. പന്തായ് ചെനാങ് അത്യാവശ്യം ബിസി ആയിട്ടുള്ളൊരു പാർട്ടാണ് ലങ്കാവിയിലെ. അപ്പോൾ ചെനാങ് ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ടൗൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ചെനാങ് ബീച്ചിൽ രാവിലെ വാട്ടർ സ്പോർട്സും ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നൈറ്റ് ലൈഫ് കുറച്ചും കൂടെ കളർഫുൾ ആണ്. ഫയർ പെർഫോമേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഫുഡിനാണെങ്കിൽ സ്ട്രീറ്റ് മാർക്കറ്റ്സ് ഉണ്ട് ഫുഡിന് വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സ്ട്രീറ്റ് ഫുഡിൽ നിന്ന് എനിക്ക് അത്ര നല്ല ഒരു സെലക്ഷനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തപ്പി പിടിച്ചൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ഷെനാങ് മോളും അവിടെ തന്നെയാണ്. അതും ഒരു അത്യാവശ്യം വലിയൊരു മോളാണ്. അപ്പോൾ ലങ്കാവിയിൽ നമ്മൾ വന്നിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ ബീച്ചിലായിരുന്നു സ്പെൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 7 wells വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. അവിടെ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. അത് അത്യാവശ്യം നല്ലൊരു നേച്ചർ ഓറിയൻറ്റഡ് സ്പോട്ടായിരുന്നു. അതൊരു എക്കോ ടൂറിസം ടൈപ്പ് ഓഫ് സ്പോട്ടാണ്. എനിക്ക് ചില സമയത്ത് ലങ്കാവിയിലെ പല സ്ഥലങ്ങളും കാണുമ്പോഴത്തേക്കും കേരളമായിട്ട് തന്നെ നല്ല സിമിലറായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ 7 wells വാട്ടർഫോൾസിൽ ഒരു വലിയൊരു മാപ്പ് അവിടെ എൻട്രിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് പോകണം. ആ പീക്ക് 7 വരെ എത്താനായിട്ട് അത്യാവശ്യം നല്ല ടൈം എടുക്കും. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലങ്കാവിയിലെ ഫസ്റ്റ് ഡേ. ഇനി നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ഓക്കെ, ബൈ.